എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അജയിന്റെ ആ അമ്മമാർ അടിച്ചിറക്കി വിട്ടതേ എന്നെ. ആ വീട്ടിൽ നിന്ന് പകരം അവരെ അടിച്ചിറക്കുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അവര് തോറ്റു കാണണം, എന്നാലേ എന്റെ ഉള്ളിലെ തീ അണയൂ. അതിനുള്ള എന്ത് വഴിയും ഞാൻ കണ്ടെത്തും. അവരുടെ കള്ളക്കളികൾ മുഴുവൻ ഞാൻ പൊളിക്കും. ഞാനായിരുന്നു ശരിയെന്ന് അജയിന്റെ മുന്നിൽ ഞാൻ തെളിയിക്കും. അത് വാക്കാ, ഈ അളകനന്ദയുടെ വാക്ക്. ഹലോ ഹലോ, ഇത് അളകനന്ദയല്ലേ? അതെ, ആരാണ്? ഞാൻ ആരാണെന്നുള്ളത് പ്രധാനമല്ല. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്ത് കാര്യം? നിങ്ങൾ ആരാ? അത് പറയൂ ആദ്യം. അത് പറയാൻ ഉദ്ദേശമില്ല. ഇതൊരു നെറ്റ് കോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഐഡന്റിറ്റി മനസ്സിലാകില്ല. എന്റെ ഉദ്ദേശം നിങ്ങളെ സഹായിക്കലാണ്. ഇനി പറയൂ, ഷാൽ ഐ കണ്ടിന്യൂ ഓർ ഹാങ് അപ്പ്? കണ്ടിന്യൂ. ഓക്കെ, വെരി ഗുഡ്. ഇന്ത്യവരത്തിൽ നിങ്ങൾക്ക് പകരക്കാരെ ഒരുക്കാൻ അണിയറ നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കുഞ്ഞിനെ നേടാൻ കോടികൾ ഇറക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾ. നോ, ഒരിക്കലും അജയൻ അതിന് കൂട്ടു നിൽക്കില്ലെന്ന് എനിക്കറിയാം. 10 വർഷം അവന്റെ കൂടെ കഴിഞ്ഞവളാ ഞാൻ. ഐ നോ ഹിം വെരി വെൽ. അതിന് അജയന്റെ സഹായം ആർക്ക് വേണം? അളകനന്ദയ്ക്ക് ആ ചൗധരി അമ്മയെയും മഹേശ്വരിയെയും ശരിക്കും അറിയാഞ്ഞിട്ടാണ്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനങ്ങളാണ് രണ്ടും. അത് കറക്റ്റ്. പക്ഷേ അവരെ പറ്റി ഇത്ര കൃത്യമായി പറയാൻ നിങ്ങൾ ആരാണ്? ശബ്ദം എവിടെയോ ഒരു പരിചയം തോന്നുന്നുണ്ടല്ലോ. സോറി, ഐ ടോൾഡ് യു ഓൾറെഡി. ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞതെന്താണെന്ന് അന്വേഷിക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ബൈ. മാതാവേ, നീ എന്നോട് പൊറുക്കണം. എന്റെ മോൾക്ക് തുല്യായ ഒരു പെൺകുട്ടിയോടുള്ള അനീതി കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാ ആ പാവം വിസ്മയ്ക്ക് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അളകനന്ദ അറിഞ്ഞാൽ അജയ് ഘോഷ് അറിയും. അങ്ങനെ വേണം അവരുടെ പദ്ധതി പാളി വിസ്മയ രക്ഷപ്പെടാൻ. സതുദ്ദേശത്തോടെയുള്ള എന്റെ ഈ കള്ളത്തരത്തിന് മാപ്പ്. കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.